ഇനി കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്ത നോക്കാം. കോഴിക്കോട് തിരുവമ്പാടി KSEB സെഷൻ ഓഫീസിൽ ആക്രമണം നടന്നു. തിരുവമ്പാടി സ്വദേശി അജ്മലും സഹോദരൻ ഫഹദുമാണ് ആക്രമണം നടത്തിയത്. ജീവനക്കാരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടറും ഫയലുകളും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ച ബില്ല് അടയ്ക്കാൻ എത്തിയതാണ് ഇരുവരും. ഇവരുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. പണം അടച്ചതിനെ തുടർന്ന് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ എത്തിയ ലൈൻമാനെ അജ്മൽ മർദ്ദിച്ചു. ഇത് സംബന്ധിച്ച് പരാതി നൽകിയതിൽ പ്രകോപിതനായാണ് ഓഫീസിൽ എത്തി ആക്രമണം നടത്തിയത് എന്നും ജീവനക്കാർ പറയുന്നു. അജ്മൽ എന്ന വ്യക്തിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ നമ്മൾ പൈസ അടയ്ക്കാതിനെ തുടർന്ന് ഡിസ്കണക്ട് ചെയ്തിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് വൈകുന്നേരത്തോടാണ് അയാൾ പൈസ അടച്ചത്. ഇന്നലെ രാവിലെ നമ്മൾ പൈസ അടച്ചതിൻ്റെ പേര് സപ്ലൈ റീകണക്ഷൻ കൊടുക്കാൻ ചെല്ലുകയായിരുന്നു. റീകണക്ഷൻ കൊടുക്കാൻ ചെന്ന പ്രശാന്ത് എന്ന ലൈൻമാനെയും കൂടെ സഹായിയായ അനന്തുവിനെയും വളരെ മോശമായി അസഭ്യം പറയും കയ്യേറ്റം ചെയ്യുകയും ഈ അനന്തു എന്ന വ്യക്തിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് അവർ ഉടൻ തന്നെ സെക്ഷൻ ഹെഡായ എന്നെ, അസിസ്റ്റന്റ് എഞ്ചിനീയറായ എന്നെ, പ്രശാന്തായ എന്നെ വിളിച്ച് ഫോൺ വിവരം അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഫോൺ ഓഫീസിൽ വരികയും എനിക്ക് പരാതി എഴുതി ചെയ്തു. ആ പരാതിയെ തുടർന്ന് ഞാൻ റിട്ടേൺ ആയിട്ട് തിരുവമ്പാടി പോലീസ് SHOയ്ക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അതേ തുടർന്ന് അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി ഇവരെയും വിളിച്ചിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരുന്നു. ഇത് ഇന്നത്തെ എന്തോ പത്രങ്ങളിൽ വന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ ഓഫീസിൽ വീണ്ടും വരികയും പരാതി നൽകിയത് ആരാന്ന് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ആരെയാണ് ഭീഷണിപ്പെടുത്താൻ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളെ രാവിലത്തെ ഒഫീഷ്യൽ മീറ്റിംഗ്, സൺറൈസ് മീറ്റിങ്ങിൻ്റെ തീരുന്ന സാഹചര്യമായിരുന്നു. ആ സമയം എൻ്റെ ഹയർ ഓഫീസറായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലുണ്ടായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഓഫീസ് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ നമ്മൾ പറഞ്ഞയക്കുകയും പിന്നീട് യാതൊരു പ്രകോപനവും കൂടാതെ പുറത്തുനിന്ന് ഇയാൾ മുന്നേ കരുതി വെച്ചിരുന്ന ഈ അഴുക്ക് വേസ്റ്റ് വെള്ളത്തിൽ പച്ചക്കറികളും മറ്റു പഴകിയ കറികളും എല്ലാം കൂടെ കൊണ്ടുവന്ന് അസിസ്റ്റന്റായി എൻ്റെ തലയിൽ കുഴി ഒഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ആക്രമിക്കുകയും ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ അക്രമകാരി ഇദ്ദേഹത്തിന് കൂടെ ഒരു ചെക്കനുണ്ട്. രണ്ടുപേരും കൂടിയാണ് മുഴുവൻ ആക്രമിക്കും. ഓഫീസിലെ സകല ഫയലുകളും നശിപ്പിക്കുകയും ഓഫീസിലെ ഫോണ് എൻ്റെ പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഈ ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിച്ചത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനീഷേ, ഇത് ഒരു സിനിമ സ്റ്റൈൽ ആക്രമണമാണോ അവിടെ നടന്നത്? എനിക്കെതിരെ പരാതി നൽകിയാൽ എനിക്കൊരു പുല്ലുമില്ല, ഞാൻ വീണ്ടും അടിക്കും എന്ന തരത്തിൽ വന്നാണോ ഈ ആക്രമണം ഒക്കെ നടത്തിയത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. കാരണം പണം അടയ്ക്കാൻ മറന്നു പോവുക, കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുക, പിന്നീട് പണം അടയ്ക്കുമ്പോൾ തിരിച്ചു വീണ്ടും ആ കണക്ഷൻ തരിക എന്നൊക്കെ സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇതിലൂടെയൊക്കെ ഞാനും മനുവക്കടക്കം പലരും കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ ഇത്തരം ഒരു പരാതിയുടെ പേരിൽ ഈ KCB ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മീറ്റർ റീഡിംഗിന് എടുക്കാൻ വരുന്ന ആളുകളെ, കളക്ഷൻ സ്വീകരിക്കുന്ന ആളുകളൊക്കെ അധിക്ഷേപിക്കുക, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ തികച്ചും തെറ്റായ നടപടികളാണ്. ഇത്തരം നടപടികൾ ചെയ്യുമ്പോൾ ജീവനക്കാർ സ്വാഭാവികമായും മേലധികാരികളോട് പരാതി നൽകുകയും ആ മേലധികാരികൾ പോലീസിൽ ആ പരാതിയായി നൽകുകയും ചെയ്യും. അപ്പോൾ ന്യായമായും പോലീസ് കേസെടുക്കുന്നതും സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഈ തിരുവമ്പാടി സ്വദേശി അജ്മലിനെയും സഹോദരനെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആ പരാതി എടുത്ത ശേഷം ഈ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞപ്പോൾ അതിന്റെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ വന്നു എന്നതാണ്. ഇത്തരത്തിൽ KCB ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് കേസെടുത്തു എന്ന രീതിയിൽ പത്രങ്ങളിൽ വാർത്ത വന്നതാണ് സഹോദരന്മാരെ ചൊടിപ്പിച്ചത്. അവർ ഈ KCB ഓഫീസിലേക്ക് പാഞ്ഞെത്തുകയും വലിയ അതിക്രമം തന്നെ കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഓഫീസ് അമ്പാടെ അടിച്ചു തകർക്കുന്ന രീതികളും അവിടുത്തെ ഫയലുകൾ പൂർണ്ണമായും എറിഞ്ഞ് നശിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഒപ്പം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. ഒപ്പം ഈ പുറത്തിരുന്ന മലിനജലം ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് ദേഹത്തോട് ഒഴിക്കുക എന്നിങ്ങനെയുള്ള പ്രാകൃതമായ രീതികളും ഈ രണ്ട് അക്രമകാരികളായ സഹോദരന്മാരും ചെയ്തിരിക്കുന്നു. എന്തായാലും പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ KCB ജീവനക്കാരെ അധിക്ഷേപിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. അനീഷ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ സ്വാഭാവികമായും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വൈദ്യുതി ബില്ലിന്റെ തീയതി
വിട്ടുപോകുക. ഇന്ന് അത് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ അടയ്ക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഇങ്ങനെ ഫ്യൂസ് ഊരാൻ ഒരാൾ വരുമ്പോൾ ആ വീട്ടുകാരെ അറിയിക്കുക, ഇങ്ങനെ നിങ്ങളുടെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഫ്യൂസ് ഊരുന്നു എന്ന് അവരോട് പറയുമ്പോൾ ആ നിമിഷം തന്നെ മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാവുന്ന ഒന്ന് മാത്രമാണ് വൈദ്യുതി ബില്ല്. അപ്പോൾ ഇങ്ങനെ ഒരു സൗഹാർദ്ദപരമായ ഒരു സംഭാഷണം ഈ ജീവനക്കാരും ഈ കുടുംബവും തമ്മിൽ ഉണ്ടായിട്ടില്ലേ? സോ ഇവരങ്ങ് വന്ന് വലിയ ധാർഷ്ട്യത്തിൽ ഇതങ്ങ് അഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? അതാണോ ഇവരെ പ്രകോപിപ്പിച്ചത്? അങ്ങനെ പ്രകോപിപ്പിച്ചാൽ തന്നെ പോയി KSEB ഓഫീസ് അടിച്ചു തീർക്കുക എന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ജീവനക്കാർ ആദ്യം ഇവരോട് കുറെ കൂടി സൗഹാർദ്ദത്തോടെ പെരുമാറിയില്ല എന്നതാണോ എന്ന് ഒരു സംശയം വരുന്നുണ്ടോ? ഈ ജീവനക്കാർ പറയുന്നത് അങ്ങേയറ്റം സൗഹാർദ്ദപരമായി തന്നെയാണ് ഈ അജ്മലിന്റെ വീട്ടിൽ പോയി ഇടപെട്ടത് എന്ന് തന്നെയാണ്. കാരണം ഈ റീകണക്ഷൻ നൽകുന്നതിന് മുമ്പ്, ഈ ഡിസ്കണക്ട് ചെയ്തപ്പോൾ തന്നെ അതിനു മുമ്പായി തന്നെ ഇവരെ വിളിച്ചിരുന്നു. അപ്പോൾ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. പിന്നീടാണ് വന്നു. സാധാരണ നമുക്ക് പറയാം, ഇത്തരത്തിൽ ഡിസ്കണക്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നമുക്ക് അവസരം നൽകും, അല്ലെങ്കിൽ അതിനു മുമ്പ് പരിചിതരായ ഈ ആളുകളാണ് വരുന്നതെങ്കിൽ അവർ ഫോണിൽ വിളിച്ച് ഡേറ്റ് കഴിഞ്ഞല്ലോ എന്നൊക്കെ അറിയിക്കാറുണ്ട്. ഡിസ്കണക്ഷന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ചെയ്ത ശേഷമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ താരതമ്യേന നേരത്തെ കാലത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ വളരെ മാന്യമായ പെരുമാറ്റമാണ് പലപ്പോഴും KSEB ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉണ്ടാവുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെ ഉണ്ടായാലും അതിനെതിരെ ഒരു പരാതി സർക്കാർ തലത്തിൽ തന്നെ കൊടുക്കുന്നതിന് പകരം നേരെ ചെന്ന് ഈ ജീവനക്കാരെ ആക്രമിക്കുന്നതും അവരുടെ ഓഫീസ് തകർക്കുന്നതും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനീഷ് കുമാർ.